ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് നിർബന്ധമായിട്ട് ഇതൊന്ന് കാണണം. ഇതിന് ഒരു മറുപടി നിങ്ങൾ കൊടുക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോകൾ, ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപ് മാമനുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ. അത് നമ്മുടെ പ്രധാനമന്ത്രി കയ്യിലൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് വായിക്കുന്നതും, നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് കില്ലർ എന്ന് പറയുന്ന ആ ഒരു പദം പ്രയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി, വൈറലായി. അപ്പം അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സംഘികളെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹിയാവും, നമ്മൾ രാജ്യവിരുദ്ധനാവും, നമ്മൾ തീവ്രവാദിയാവും, നമ്മൾ സുഡാപ്പിയാവും. അങ്ങനെ പല പേരുകൾ ഇട്ടിട്ടാണ് ഈ മരവാണ സംഘികൾ നമ്മളെ അഭിസംബോധന ചെയ്തത്. എന്നെ വിമർശിക്കുന്നതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഇടുന്നതിനും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഇവന്മാർ ഓരോ കമന്റ് ഇടുമ്പോഴത്തേക്ക് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായവർക്കാണെങ്കിൽ അത് വേദനിക്കും, സ്വാഭാവികം. ഈ ആശയത്തെ ആശയം കൊണ്ട് വേണം നേരിടാൻ, അല്ലാതെ വീട്ടിലിരിക്കുന്നവരെ തെറി പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. കാരണം ഈ ശാഖയിൽ കുഞ്ഞുനാൾ മൂലം പോയി പഠിച്ചു വരുന്നതല്ലേ ഇവനൊക്കെ വന്നിരുന്നുകൊണ്ട് പാടത്തുള്ളു. അപ്പൊ അത് തന്നെയാണ് ഇവൻ പറയുന്നത്. അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ വയ്യാത്ത, സ്വയബോധം നഷ്ടപ്പെട്ടിട്ടുള്ള സംഘികൾ നമ്മുടെ രാജ്യത്തിന് അപമാനമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി ആ പേരിൽ നീയൊക്കെ എന്നെ വർഗീയവാദി അല്ലെങ്കിൽ നീയൊക്കെ എന്നെ സുഡാപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഞാൻ അതുകൊണ്ട് ആദ്യം പറയാം. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊന്ന് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. പരമേശ്വരൻ രാജേഷ്, നിങ്ങൾ ഈ കാണുന്ന പരമേശ്വരൻ രാജേഷ് ഒരു കമന്റ് ഇട്ടതാ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിസർജനം ചാനലിനകത്ത് ഈ കീടാണുക്കളെല്ലാം കൂടി ഇരുന്നുകൊണ്ട് ഒരു ചർച്ച നടത്തിയായിരുന്നു. അതായത് ഫുട്ബോളിനെ ഇസ്ലാമികവൽക്കരിക്കുന്നു, ഫുട്ബോളിനെ ഇസ്ലാം രാജ്യങ്ങൾ വിഴുങ്ങുന്നു എന്നും പറഞ്ഞുകൊണ്ട്. ഇവന്മാർക്ക് വേറെ ഒന്നും പറയാൻ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അയ്യപ്പന്റെ മുതൽ കട്ടപ്പോഴത്തേക്ക് സ്വർണം കട്ടവൻ ആരപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ സമരവുമായിട്ട് രംഗത്തിറങ്ങിയ സംഘപരിവാറും ഇതേ ചാനൽ, ഈ വിസർജനം ചാനലിനകത്ത് ഒരു മാസത്തോളം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച നടത്തി. രാമക്ഷേത്രത്തിൽ 60 കിലോ വെള്ളിയും 200 കോടിയുടെ അഴിമതി നടത്തിയിട്ടും ഒരു പുല്ലനും ഇല്ല ചർച്ച ചെയ്യാനും ചോദിക്കാനും. അപ്പം ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ രാജ്യദ്രോഹിയാവും, നമ്മൾ രാജ്യവിരുദ്ധനാവും. അപ്പം ഇവൻ ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റാണ് കേട്ടോ. എടാ അടിച്ച ഗോൾ നിന്റെ, എനിക്കത് വായിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. പോയതറിഞ്ഞു, എടുത്തു താ പ്ലീസ്, ഞങ്ങൾ വീണ്ടും വന്നിട്ട് കളിച്ചോട്ടെ. ഇതാണ് ഇവൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഇത് ഞാൻ വായിക്കുന്നില്ല, കാരണം സ്വന്തം മാതാപിതാക്കളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് പറയുന്നവനൊക്കെ ഞാൻ എന്താ പറയണ്ട. ഇനി മറ്റൊരുത്തനുണ്ട്, അനന്തപുരി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു പരമ നായിൻ്റെ മോൻ. അതായത് തന്തയ്ക്ക് മുമ്പ് ജനിച്ചെന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇവൻ എൻ്റെ വീഡിയോ ഏതെങ്കിലും ആയിട്ട് വരും, അപ്പം ഞാൻ അവന് മറുപടി കൊടുക്കാം എന്നുള്ളത്. ഒരു ഒന്നാം തരം പൊട്ടൻ എന്ന് പറഞ്ഞാൽ പോരാ, മരമണ്ടൻ, വിഡ്ഢി, കൂഷ്മാണ്ഡം. ഇവനെ സത്യം പറയാലോ, ഞാൻ ഒരിക്കലും അവരുടെ മാതാപിതാക്കളെ ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ തരം താഴാൻ പാടില്ലല്ലോ. അപ്പൊ അവന്റെ വീട്ടിലുള്ള അവന്റെ അമ്മയും അച്ഛനെയൊക്കെ വിളിക്കുന്നതാണ് മറ്റുള്ളവരോ എന്ന് പറയും. കാരണം ആശയത്തെ ആശയമായി നേരിടാൻ ഇവന്മാർക്ക് ആർക്കും അറിയത്തില്ല. നമുക്കെന്തായാലും ലവന്റെ കൊണവതാരം ഒന്ന് കേട്ടതിന് ശേഷം വേറൊരു മോൻ വന്നിട്ടുണ്ട്, അവൻ പറയുന്നതും കൂടെ കേൾക്കണ്ടേ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപ് മാമനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഹിന്ദിയിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് വായിക്കുന്നതും, ഡൊണാൾഡ് ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയെ കില്ലർ എന്ന് വിളിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. ഇതിനെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാൻ ഇവിടുത്തെ സംഘി മരവാഴകളൊന്നും ഇതുവരെ നാവ് തുറന്നിട്ടില്ല എന്നുള്ള. കാരണം അമേരിക്കയെ കുറിച്ച് പറയാനോ അമേരിക്കയെ പ്രസിഡന്റിനെ വിമർശിക്കാനോ ഒന്നും ലവറ്റകൾക്കൊന്നും പറ്റില്ലെന്നേ. അങ്ങനെ ആയിപ്പോയി, ഷണ്ടന്മാരായിപ്പോയി. എന്ത് ചെയ്യാൻ? എന്തായാലും എടാ മോനെ, എനിക്ക് അമേരിക്കയെക്കുറിച്ച് പറയാൻ വേണ്ടി അവിടെ ഇരിക്കട്ടെ. കാരണം ഞാൻ അമേരിക്കക്കാരനല്ലല്ലോ, നിന്നെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യമൊക്കെ ആണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടല്ലോ. എനിക്കൊരു കാര്യം പറയാൻ തോന്നുന്നു, 2 വാക്ക്. എടാ പന്ന പൊലയാടി മോനെ, എടാ തീവ്രവാദി ചെറ്റേ, ഈ ഷണ്ടൻ ആണോ ശിഖണ്ഡി ആണോ എന്ന് ഈ നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന സംഘികളോടത്ത് വിട്ടാൽ അവർ പറഞ്ഞു തരും. മനസ്സിലായടാ പന്നിക്കുണ്ടായ മോനെ. ഷണ്ടന്മാർ ശിഖണ്ഡികൾ എന്നൊക്കെ ആണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് 2-3 പേരെ ഈ അവരെ ഭാഗത്തോട്ട് വിട്ടുകൊടു. അപ്പോൾ ആരാണെന്ന് അവർ പറഞ്ഞു തരുമല്ലോ. പിന്നെ നിന്നെപ്പോലെ കുണ്ടനായില്ലല്ലോ, നിന്റെ ജോലി എന്താണ്? അതൊന്നും ആയില്ലല്ലോ, ഇതൊക്കെയല്ലേ ആയുള്ളൂ. പിന്നെ ഈ മോദിയുടെയൊക്കെ കടിച്ചു തൂങ്ങിയൊക്കെ നിന്റെ വാ കീറി എങ്കിൽ നീ ഇനി അടുത്ത് ഇതിലും കനമുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ തിന്നാൻ നോക്കണം. കാരണം നിന്റെ കാണുമ്പോൾ അറിയാം നല്ല തീറ്റിക്കാരനാ. അത് ഇത്തിരി നൈസായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നീ തിന്നും.
അപ്പം മോദി ഇത്തിരി പ്രായമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇത്തിരി ഈ കട്ടിയൊക്കെ മാറി നല്ല പരിവാണ്, അതുകൊണ്ട് തൂങ്ങിക്കിടന്ന് കടിക്കുകയാണ്. നീയെന്നല്ല, നിന്റെ മറ്റേ വാപ്പന്മാരുൾപ്പെടെ ഈ മീഡിയയിൽ വന്ന് ഇന്ത്യക്കെതിരെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്മാതിരിയൊക്കെ കളിയാക്കുക, എങ്ങനെയൊക്കെ അപമാനിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കടിച്ചു തൂങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിന്നെ വിളിക്കാൻ പറ്റുന്ന പേരെന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, പന്നപ്പുളയാടി മോനെ എന്നേ വിളിക്കാൻ പറ്റൂ. ഇവൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം, കാണുന്ന എല്ലാ പേരും ചെക്ക് ചെയ്ത് നോക്ക്. ഇവൻ ഇന്ത്യക്കാരനാണോ? അല്ല, ഇവൻ വേറെ എവിടെയൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്നതാണെന്നാണ് തോന്നണത്. എന്നിട്ട് ഇന്ത്യക്കാരനെന്നും പറഞ്ഞിരുന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപകേളിക്കുന്നതിൽ രണ്ടാമത്തെ മോനുമാണ്. അങ്ങനെ എണ്ണമെടുത്താൽ ഈ യോമാര് ചെയ്യുന്ന വീഡിയോയിൽ ഇന്ത്യക്ക് എതിരെ അല്ലാതെ എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ തന്നെ മനസ്സിലാവും ഇവൻ ഒരു പക്ക രാജ്യദ്രോഹിയാണ്. ഇവിടെ നിന്നുകൊണ്ട് ബംഗ്ലാദേശിനും ഹമാസിനും പിന്നെ പാകിസ്ഥാനും ഒക്കെ കൂട്ടുപിടിക്കുന്ന സംഘമാണവൻ. മനസ്സിലായോ? അപ്പം നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവനാണ് സപ്പോർട്ട് ചെയ്യാൻ ഇവൻ്റെ ആൾക്കാരെ വരുള്ളൂ കേട്ടോ, നല്ല മുസ്ലിങ്ങളൊന്നും വരില്ല. ഇവൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം. കാരണം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അത് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അംഗീകരിച്ചേ പറ്റൂ, അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്രത്തോളം ആക്ഷേപിക്കാം, ഇതാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ വർഗീയത പറയുന്നു, തീവ്രവാദം പറയുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതുപോലെയുള്ള പരമനാറികൾക്ക് ഞാൻ മറുപടി കൊടുക്കും. എടാ, നിന്റെ അതേ നാണയത്തിൽ എനിക്ക് പറയാൻ അറിയാൻ മേലായിട്ടില്ല, അതിലും കൂടിയ ഇനത്തിൽ എനിക്ക് പറയാൻ പറഞ്ഞ മറ്റേ പദം ഉണ്ടല്ലോ, അത് ആരാണെന്നുള്ളത് ശാഖയിൽ കുഞ്ഞുനാൾ മുതൽ പോയത് നിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. ആരുടെയൊക്കെയാണ് നീ തിന്നുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ മലയാളിയിൽ കയറാം. പിന്നെ ഇവൻ നല്ല കറതീർന്ന ഒരു രാജ്യസ്നേഹിയാണ്, ഒരു മതേതരവാദിയാണ് എന്ന് പറയുന്നത് ഇവന്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല. വർഗീയത എന്ന് പറഞ്ഞ സാധനം എനിക്ക് അറിയത്തില്ല. ഇവൻ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്നവനാണ്. അപ്പൊ ഇവനിക്ക് ഈ പറഞ്ഞ ഭാഷയിൽ മറുപടി ഞാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവനേക്കാളിൽ ഞാൻ തരംതാന്ന് പോകണം. അതുകൊണ്ട് ഇവൻ പിന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം വർഗീയവാദി, രാജ്യവിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞല്ലോ. സത്യത്തിലെ നമ്മുടെ രാജ്യത്തിന്റെ 28 പൗരന്മാരെ പാകിസ്ഥാനിലെ തീവ്രവാദികൾ വന്ന് മുണ്ട് പൊക്കി നോക്കി വെടിവെച്ച് വന്ന പാകിസ്ഥാൻ തീവ്രവാദികൾ, അവരെ ആരെങ്കിലും എവിടെങ്കിലും പിടിച്ചതായിട്ടോ അല്ലെങ്കിൽ ഇവരെങ്ങനെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നെന്നോ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ആരെങ്കിലും വാർത്തകൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് ഈ സിന്ദൂർ ഓപ്പറേഷൻ നടന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ആർമിയുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത നാറികളാണ് ഇതേ ഇരിക്കുന്ന നിരന്നിരിക്കുന്നതെല്ലാം. ഇതെല്ലാം നിന്റെ വർഗത്തിൽപ്പെട്ട സംഘി മരപ്പട്ടി ശിഖണ്ഡി നാറികളാണ്. ആ ചെറ്റ അതാദ്യം നീ മനസ്സിലാക്കി. നീ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട്, നീ അങ്ങോട്ടും കൊണയടിച്ചല്ലോ നീ ഇരുന്നു. ഇതൊക്കെ ഇവന്മാര് ചെയ്തതാ. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പച്ച വർഗീയത പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നെപ്പോലുള്ള ഊളകളാ. മനസ്സിലായി? ഈ ഒരു വിസർജനം ചാനലുണ്ടല്ലോ ഇതിനകത്ത്, പിന്നെ നീയൊക്കെ കൂട്ടുപിടിച്ചിട്ടുള്ള ഹാർപ്പിക് എന്ന് പറയുന്ന ഒരു പരമചെറ്റ, പിന്നെ ഫസൽ കാരാട്ട് വെട്ടാവളിയൻ. അപ്പൊ ഇവരൊക്കെ ഈ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നതുകൊണ്ട് നിനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാ. സംഘപരിവാർ അല്ലടാ ഈ രാജ്യത്തിന്റെ ഹൈന്ദവ മതം എന്നുള്ളത്. സംഘപരിവാർ ഈ രാജ്യത്തിന്റെ ശാപമാടാ. സംഘികൾക്ക് ഈ രാജ്യത്തിന്റെ മേൽ ഒരു അവകാശവും പറയാനില്ല. പിന്നെ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന എന്നെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നീ ഇനില്ല തന്തയ്ക്ക് ജനിക്കണം അതിന് കേട്ടോ. ആശയം കൊണ്ട് നേരിടാൻ അറിയത്തില്ലെങ്കിൽ നീ പോയി വേറെ പണി ചെയ്യും. നീ ഈ അണ്ടിമുക്ക് ശാഖയില്ലേ, ശാഖയിൽ പോയിട്ട് നീ പറഞ്ഞ പരിപാടി 24 വയസ്സുള്ള പാവം പിടിച്ച പിള്ളേരെയൊക്കെ അതിനകത്തിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് നീ പോയിട്ട് അവിടെ പോയിട്ട് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണികളുണ്ടല്ലോ ഇപ്പം നീ പറഞ്ഞത്, അത് വൃത്തിയിലും വെടുപ്പിലും നീ അങ്ങോട്ട് ചെയ്യും. ഇപ്പോൾ നിന്റെ ഷേപ്പ് ഏകദേശം കാണാൻ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനുള്ള മറുപടി നിങ്ങളും കൂടെ ഒന്ന് കൊടുത്തേര്. ഇനി ഇവൻ വീഡിയോ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഈ രീതിയിലായിരിക്കില്ല, കുറച്ചും കൂടെ നിനക്ക് താങ്ങാൻ പറ്റത്തില്ല മോനെ. നീ താങ്ങുന്നതിലും അപ്പുറമായിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചോ. അപ്പം ആരാണ് രാജ്യദ്രോഹി എന്നുള്ളതും ആരാണ് ഈ രാജ്യത്തിൻ്റെ ശാപം എന്നുള്ളത് നിങ്ങൾ തന്നെ കറക്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.